നമസ്കാരം, ബുക്ക് ലവർ LLNLന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ജ്ഞാനപീഠ പുരസ്കാര ജേതാവായിട്ടുള്ള MT വാസുദേവൻ നായരുടെ ദയ എന്ന പെൺകുട്ടി എന്ന ബാലസാഹിത്യ കൃതിയാണ്. പുസ്തകത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് നമുക്ക് ആദ്യം തന്നെ നമ്മുടെ എഴുത്തുകാരനെ പരിചയപ്പെടാം. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ അവാർഡ്, ഓടക്കുഴൽ അവാർഡ്, ജ്ഞാനപീഠ പുരസ്കാരം, അങ്ങനെ ഒട്ടനവധി പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ള സാഹിത്യകാരനാണ് MT വാസുദേവൻ നായർ. നാലുകെട്ട്, രണ്ടാമൂഴം, വാനപ്രസ്ഥം, അസുരവിത്ത്, കാലം, അങ്ങനെ ഒട്ടനവധി പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പഴശ്ശിരാജ, ഒരു ചെറു പുഞ്ചിരി, നിർമാല്യം തുടങ്ങിയ സിനിമകളും അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. പുസ്തകത്തിലേക്ക് കടക്കുമ്പോൾ പുസ്തകത്തിന്റെ പേര് ദയ എന്ന പെൺകുട്ടിയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ പുസ്തകത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത മഞ്ജു വാര്യർ അഭിനയിച്ച ദയ എന്നൊരു സിനിമ ഈ പുസ്തകത്തെ ആസ്പദമാക്കിയാണ് എടുത്തിട്ടുള്ളത്. മഞ്ജു വാര്യർ ഒരു പുരുഷ വേഷത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു പഴയൊരു സിനിമയാണ്. വളരെ രസമുള്ള ഒരു സിനിമയാണ്. കണ്ടിട്ടില്ലാത്തവർ എന്തായാലും കണ്ടു നോക്കണം. അപ്പൊ പുസ്തകത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ബാലസാഹിത്യ കൃതിയാണെന്ന്. എന്നാൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിച്ച് വായിക്കാൻ പറ്റുന്ന ഒരു പുസ്തകമാണ് ഇത് എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഒരു നാടോടി കഥ പറയുന്ന ശൈലിയിലാണ് ഈ ഒരു പുസ്തകം രചിച്ചിട്ടുള്ളത്. നമ്മുടെ കുട്ടികളെല്ലാം കേരളം, ഗ്രാമം, കൂടിപ്പോയാൽ ഒരു ബംഗാൾ, ആ ഒരു രീതിയിലുള്ള ബാലസാഹിത്യ കൃതികൾ മാത്രം പരിചയിച്ച് വന്നിട്ടുള്ളവരായിരിക്കും. എന്നാൽ ഈ ഒരു പുസ്തകം ബാഗ്ദാദ് എന്നുള്ള ഒരു പ്രദേശത്തെ അല്ലെങ്കിൽ നഗരത്തെ കൂടെ അല്ലെങ്കിൽ ഒരു പുതിയൊരു സ്ഥലത്തെ കൂടെ നമ്മുടെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഒരു പുസ്തകമാണ് എന്ന് കൂടി നമുക്ക് പറയാം. ധനികനായ ഒരു വ്യാപാരിയുടെ ഒറ്റ മകനായ മൻസൂറിൽ നിന്നാണ് ഈ ഒരു പുസ്തകം തുടങ്ങുന്നത്. 3 തലമുറയ്ക്ക് സുഖമായി കഴിയാൻ പറ്റുന്ന തരത്തിലുള്ള അത്രയും സ്വത്തുക്കൾ ഉണ്ടായിട്ടും മൻസൂറിന്റെ ദൂർത്തടി കാരണം എല്ലാം കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നതും ഒടുവിൽ അവനെ രക്ഷിക്കാൻ ദയ എന്ന വീട്ടുജോലിക്കാരിയായിട്ടുള്ള പെൺകുട്ടി മുന്നോട്ട് വരുന്നതുമാണ് ഈ കഥയുടെ ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ പറയാവുന്ന തരത്തിലുള്ള ഒരു ഇതിവൃത്തം. അവിടെ നിന്നാണ് കഥ മുന്നോട്ട് പോകുന്നത്. മൻസൂറിന്റെ ദൂർത്തടികളെല്ലാം കഴിഞ്ഞ് ഒടുവിൽ കൂടെ ഉണ്ടായിരുന്ന ചതിയന്മാരായ കൂട്ടുകാരും വിട്ടുപോയി. വീട്ടിലെ ജോലിക്കാർക്ക് പണം കൊടുക്കാനില്ലാത്ത അവസ്ഥയിൽ അവരും ഉപേക്ഷിച്ചു പോയതിനു ശേഷം ഒരു ദിവസമാണ് ദയ വന്ന് മുതലാളിയെ ആഹാരം കഴിക്കാൻ വിളിക്കുന്നത്. അപ്പൊ മൻസൂർ പറയുന്നത്, നിനക്കും പൊയ്ക്കൂടായിരുന്നോ, നിനക്ക് തരാൻ എന്റെ കയ്യിൽ പണമൊന്നും ഇല്ല എന്നുള്ളൊരു കാര്യമാണ്. അപ്പോഴാണ് ദയ എന്നൊരു വീട്ടുജോലിക്കാരി തന്റെ വീട്ടിൽ ഉണ്ടായിരുന്നത് എന്നുള്ളൊരു കാര്യം മൻസൂർ മനസ്സിലാക്കുന്നത്. കാരണം അത്രയധികം ജോലിക്കാരുണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു മൻസൂറിന്റെ വീട്. എന്തായാലും മൻസൂറിന്റെ പിതാവ് അന്തരിച്ച സമയത്ത് തന്നെ മൻസൂർ അവനെ പഠിപ്പിക്കാൻ വന്ന അധ്യാപകരെ എല്ലാം പറഞ്ഞു വിട്ട് ഞാൻ ഇനി വ്യാപാര കാര്യങ്ങളിലേക്ക് കടക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി തിരിച്ചതാണ്. പക്ഷെ തെറ്റായ കൂട്ടുകാരും ആർഭാടവും ധൂർത്തും ചൂതുകളിയും മദ്യപാനവും തുടങ്ങിയ എല്ലാ പ്രശ്നങ്ങളും കൂടെ കൊണ്ടുചെന്ന് എത്തിച്ചത് അവനെ വലിയൊരു കടബാധ്യതയിലേക്കാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈ ദയ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നത്. മുതലാളിയെ കടക്കണിയിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ദയ പറഞ്ഞത്, മുതലാളി ഒരു കാര്യം ചെയ്തോളൂ, എന്നെ ഒരു അടിമയായിട്ട് ചന്തയിൽ കൊണ്ടുപോയി വിറ്റോളൂ എന്നാണ്. അടിമ സമ്പ്രദായമൊക്കെ നിലനിന്നിരുന്ന ഒരു സമയമായിരുന്നു ആ കാലഘട്ടം എന്ന് നമുക്ക് അതിൽ നിന്ന് ഊഹിച്ചെടുക്കാം. ആ സമയത്ത് ഓരോ ആൾക്കാരും അവരുടെ വീട്ടിൽ അടിമകളെയൊക്കെ ചന്തയിൽ കൊണ്ടുവന്ന് നിർത്തി ഇങ്ങനെയുള്ള ഗുണഗണങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഇത്ര തടിയെടുക്കും, ഇത്ര പണികൾ ചെയ്യും, ഇത്ര കാര്യങ്ങളിൽ വിദ്യാഭ്യാസം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അവര് വിലക്ക് വിൽക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. അപ്പോഴും മൻസൂർ പറഞ്ഞത്, ഞാൻ എന്തിനാണ് നിന്നെ അടിമയാക്കാൻ വേണ്ടിയിട്ട് വിട്ടുകൊടുക്കുന്നത്? നീ ഇപ്പൊ വീട്ടു ജോലിക്കാരിയാണെങ്കിലും സ്വതന്ത്രമായിട്ടാണല്ലോ ജീവിക്കുന്നത്, അടിമയെന്ന് പറയുമ്പോൾ അങ്ങനെയല്ലല്ലോ എന്നൊക്കെ മൻസൂർ അങ്ങോട്ട് പറയുന്നുണ്ട്. മാത്രമല്ല, നിന്നെ ഇപ്പോൾ ഒരു അടിമയായിട്ട് വിറ്റാൽ പോലും ഒരു 400 ദിനാറോ 500 ദിനാറോ ഒക്കെ ആയിരിക്കും കിട്ടുന്നത്. അതുകൊണ്ട് ഞാൻ എന്ത് പുതിയൊരു വ്യാപാരം തുടങ്ങാനാണെന്നൊക്കെ തിരിച്ചു ചോദിക്കുമ്പോൾ ദയ പറയുന്നുണ്ട്, വ്യാപാരശാല അതായത് ചന്തയിൽ പോയിട്ട് വിളിച്ച് പറയേണ്ടത്, ഈ ഒരു അടിമ പെൺകുട്ടിക്ക് 10,000 ദിനാറാണ് ഉള്ളത്. 10,000 ദിനാറിന് മാത്രം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന എല്ലാ ഗുണഗണങ്ങളുമുള്ള, സൗന്ദര്യവും അതുപോലെ തന്നെ അറിവുമുള്ള, എല്ലാ ശാസ്ത്രങ്ങളിലും വിദ്യാഭ്യാസമുള്ള ഒരു പെൺകുട്ടിയാണ് ഇത് എന്നൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് വേണം വിൽക്കാൻ. അപ്പോൾ 10,000 ദിനാറ് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടാണ് മൻസൂറിനെയും കൊണ്ട് വ്യാപാര ചന്തയിലോട്ട് പോകുന്നത്. എന്തായാലും അവിടെ പോയിട്ട് മൻസൂർ ഇങ്ങനെ വിളിച്ച് പറയാൻ തയ്യാറാകാത്തത് കൊണ്ട് ദയ തന്നെ സ്വയം വിളിച്ച് പറയാണ് എന്റെ വില ഇതാണെന്ന്. അപ്പോൾ ആൾക്കാരൊക്കെ കളിയാക്കി ചിരിക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും ഇത് രാജാവിന്റെ ചെവിയിൽ എത്തുകയും ഇങ്ങനെ വിളിച്ച് പറഞ്ഞ് ഇത്രയും അഹങ്കാരം കാണിക്കുന്ന ഒരു പെൺകുട്ടിയോ, എന്നാൽ പിന്നെ അവളെ ചോദ്യം ചെയ്തിട്ട് എന്നെ കാര്യം എന്നുള്ള രീതിയിൽ സദസ്സിലോട്ട് വിളിപ്പിക്കുകയും അവളുടെ ബുദ്ധിയൊക്കെ അളക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോ രാജാവിന്
മനസ്സിലാകും ഇതൊരു സാധാരണ പെൺകുട്ടി അല്ല എന്ന്. അപ്പൊ എങ്ങനെയാണ് ഒരു വീട്ടുജോലിക്കാരിയായിട്ടുള്ള പെൺകുട്ടിക്ക് ഇത്രയും അറിവ് കിട്ടിയത് എന്നുള്ളത് എല്ലാവർക്കും സംശയം തോന്നും. മൻസൂറിനെ പഠിപ്പിക്കാനായിട്ട് അധ്യാപകർ വന്നപ്പോൾ മൻസൂർ ഉറങ്ങി ഇരിക്കുന്ന സമയത്തൊക്കെ ഈ പെൺകുട്ടി, ഇവളൊരു അനാഥയാണ്, പണ്ട് അച്ഛനും അമ്മയൊക്കെ മരിച്ചുപോയ സമയത്ത് ഇവളുടെ അമ്മുമ്മ ഇവളെയും കൂട്ടി മൻസൂറിന്റെ പിതാവിന്റെ അടുത്തോട്ട് വന്ന് അവിടെ ജോലി ചെയ്ത് പോരുകയായിരുന്നു. അമ്മുമ്മയെ മരിച്ചതിന് ശേഷം ആ പെൺകുട്ടി അവിടെ ഒറ്റപ്പെട്ട് ജീവിക്കുകയായിരുന്നു. അപ്പോൾ മൻസൂറിനെ പഠിപ്പിക്കുന്ന അധ്യാപകർ പകർന്നു കൊടുക്കുന്ന പാഠങ്ങളെല്ലാം ഒളിച്ചു നിന്ന് കേട്ട് പഠിക്കുകയായിരുന്നു ദയയുടെ പ്രധാനപ്പെട്ട ജോലി. അങ്ങനെ എന്തായാലും രാജാവിനെ അവരെ ബോധിക്കുകയും രാജാവ് കുറച്ച് പണമൊക്കെ കൊടുത്ത് വിടുകയും ചെയ്തു. രാജാവിന്റെ അന്തപുരത്തിൽ വലിയൊരു സ്ഥാനം കൊടുക്കാമെന്നൊക്കെ പറഞ്ഞപ്പോൾ അത് വേണ്ട, മൻസൂറിനോടൊപ്പം ജീവിക്കാനാണ് ആഗ്രഹം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് പോവുകയാണ് ചെയ്തത്. പക്ഷെ പിന്നീട് കുറച്ച് പ്രതിസന്ധികൾ അവരുടെ ജീവിതത്തിൽ വരുന്നു. ആലി എന്ന കൊമ്പനാലി എന്ന ഒരു കള്ളക്കടത്തുകാരൻ, അതുപോലെ തന്നെ ജവാൻ എന്ന ഒരു കള്ളൻ, ഇങ്ങനെ കുറെ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ ദയക്ക് കടന്നു പോകേണ്ടതായിട്ട് വരുന്നു. എന്തായാലും അതിനെല്ലാം അതിജീവിച്ച് അവള് മറ്റൊരു രാജാവിന്റെ അടുത്ത് എത്തുകയും പിന്നെ അവിടെ വേഷം മാറി താമസിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും അവസാനം കറങ്ങി തിരിഞ്ഞ് മൻസൂറിന്റെ അടുത്തോട്ട് തന്നെ അവള് തിരിച്ച് ചെന്നെത്തുന്നുണ്ട്. ബാക്കി കഥകളും ബാക്കി വിശേഷങ്ങളും അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്, എങ്ങനെയാണ് ഒടുവിൽ മൻസൂറിന്റെ അടുത്തോട്ട് തന്നെ ദയ എത്തുന്നത്, അല്ലെങ്കിൽ ദയയുടെ അടുത്തോട്ട് മൻസൂർ എത്തുന്നത്, ദയ പിന്നെ എങ്ങനെയാണ് ജീവിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ പുസ്തകം വായിച്ച് തന്നെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അതൊന്നും ഞാൻ പറഞ്ഞ് നിങ്ങളെ ആ ഒരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് നശിപ്പിക്കുന്നില്ല. കുട്ടികളെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് കളർഫുൾ ആയിട്ടുള്ള ചിത്രങ്ങളും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു പുസ്തകം പുറത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ വായിക്കുന്ന ഈ ഒരു പുസ്തകം 14ാമത്തെ പതിപ്പാണ്. DC ബുക്സിന്റെ ബാലസാഹിത്യ പുസ്തകങ്ങൾ പുറത്തിറക്കുന്ന ഇംപ്രിന്റ് ആയിട്ടുള്ള മാമ്പഴാണ് ഈ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. പിന്നെ പുസ്തകവും സിനിമയും തമ്മിലുള്ള ദയ എന്ന പെൺകുട്ടി എന്ന പുസ്തകവും ദയ എന്ന സിനിമയും തമ്മിലുള്ള ഒരു താരതമ്യം നമുക്ക് പിന്നീട് നടത്താം. കാരണം പുസ്തകത്തിൽ നിന്ന് ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് സിനിമ വന്നിട്ടുള്ളത്. മൊത്തത്തിൽ ഒന്ന് നമ്മളൊരു ഔട്ട്ലൈൻ പറയുകയാണെങ്കിൽ സിനിമയും പുസ്തകവും ഒന്ന് തന്നെയാണ്. പക്ഷെ ചില കാര്യങ്ങളിൽ പുസ്തകത്തിൽ നിന്ന് കുറച്ച് വ്യത്യാസങ്ങൾ സിനിമയ്ക്കുണ്ട്. എന്തായാലും നിങ്ങൾ ഈ പുസ്തകവും വായിക്കുക, സിനിമയും കാണുക. രണ്ടും നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും നൽകുന്നത് എന്നുള്ളൊരു കാര്യം ഉറപ്പാണ്. പിന്നെ പുസ്തകം വായിക്കാനൊക്കെ മടിയുള്ള കുട്ടികൾക്കൊക്കെ ഇത് നൽകാവുന്ന ഒരു പുസ്തകമാണ്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഒരു നാടോടി കഥയുടെ രൂപത്തിലാണ് എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു 1ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് നമുക്ക് കഥ പറഞ്ഞു കൊടുക്കാനോ വായിച്ചു കൊടുക്കാനോ ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു പുസ്തകം തന്നെയാണിത്. അപ്പൊ നിങ്ങൾ വായിച്ചിട്ടുള്ള നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബാലസാഹിത്യ കൃതികൾ ഏതൊക്കെയാണെന്ന് താഴെ കമന്റ് ചെയ്യുക. MD വാസുദേവൻ നായരുടെ ഞാൻ വായിച്ചിട്ടുള്ള നേരത്തെ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുള്ള വീഡിയോയുടെ ലിങ്ക് ഒക്കെ ഞാൻ താഴെ എന്തായാലും കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുത്തിരിക്കാം. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ കുട്ടികൾക്ക് വായിക്കാൻ പറ്റിയ 10 ബാലസാഹിത്യ കൃതികൾ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്കും കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബാലസാഹിത്യ കൃതികൾ അല്ലെങ്കിൽ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് വായിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ബാലസാഹിത്യ കൃതികളുടെ പേര് ഉറപ്പായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് എന്തായാലും അടുത്തൊരു ദിവസം മറ്റൊരു പുസ്തകമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.